മറ്റൊരു ആപ്ലിക്കേഷൻ സഹായമില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ വ്യൂ വന്നതിന് ശേഷം ഈ വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരുപാട് മുമ്പ് ഡിലീറ്റ് ആക്കി പോയാൽ ഇനി അറിഞ്ഞും അറിയാതെയും ആകട്ടെ ഏത് കാലം മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ആണെങ്കിലും അത് തിരിച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഒരു ഉറപ്പ് പറഞ്ഞുതരാം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും എത്ര കാലം മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ആണെങ്കിലും അത് ഈ ടിപ്നോ ചാനൽ എടുത്തു തരുന്ന ഒരു വീഡിയോസ് ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മറ്റൊരു ആപ്ലിക്കേഷൻ സഹായമില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ അറിഞ്ഞും അറിയാതെയും ഡിലീറ്റ് ആയ ഫോട്ടോസ് എങ്ങനെ തിരിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോട്ടോസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോട്ടോസ് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തുടക്കം മുതൽ ഉപയോഗിക്കുന്ന ജിമെയിൽ, അതായത് ഇവിടെ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ജിമെയിൽ കൺഫേം ആക്കിയതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഇവിടെ സൈൻ ഇൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സാധാ ഗൂഗിൾ ഫോട്ടോസ് ഒരു ക്രോം ബ്രൗസറായിട്ട് നമുക്കിവിടെ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ സജഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും അൺസേവ്ഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ വ്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ വ്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് കാണാൻ സാധിക്കും. എല്ലാത്തിലും അങ്ങനെ സേവ് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ സേവിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ വ്യൂ വന്നതിന് ശേഷം ഈ വ്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരുപാട് മുമ്പ് ഡിലീറ്റ് ആക്കി പോയാൽ ഇനി അറിഞ്ഞും അറിയാതെയും ആകട്ടെ ഏത് കാലം മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ആണെങ്കിലും അത് തിരിച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾക്കിവിടെ വർഷം കാണാൻ സാധിക്കും 2023 കാരണം 2023 ഈ ഒരു മൊബൈൽ ഫോൺ എടുത്തതും അന്നാണ് ജിമെയിൽ തുടങ്ങിയതും. അതുകൊണ്ടാണ് അന്ന് മുതലുള്ള. അപ്പോൾ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ജിമെയിൽ ആണെങ്കിൽ അത് സെലക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത്തരത്തിലൊരു ഫോൾഡർ വെക്കുക, സേവ് എടുക്കുക. സേവ് കൊടുത്ത് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര കാലം മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് വേണ്ടത് ഏതാണോ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് കൊടുത്താൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.